2024 ജൂൺ 15 ശനി. ഇന്ന് 1199 മിഥുനം 1. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കുവൈത്ത് ദുരന്തം, കണ്ണീർ പ്രണാമം അർപ്പിച്ച നാട്. കുവൈത്തിലെ മംഗഫിൽ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് നാട് കണ്ണീർ പ്രണാമം അർപ്പിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ദുരന്തത്തിൽ മരിച്ചത് 46 ഇന്ത്യക്കാർ ഉൾപ്പെടെ 49 പേർ. 45 മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ C-130J ട്രാൻസ്പോർട്ട് വിമാനം കൊച്ചിയിലിറങ്ങിയത് 10:25-ന്. 23 മലയാളികളുടെയും 7 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടേതും ഉൾപ്പെടെ 31 മൃതദേഹങ്ങൾ കൊച്ചിയിലിറക്കി. മൃതദേഹങ്ങളെ അനുഗമിച്ച് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഉന്നത ഉദ്യോഗസ്ഥരും. മുംബൈ മലയാളി ഡെന്നി ബേബി ഉൾപ്പെടെ ബാക്കി 14 മൃതദേഹങ്ങൾ ഇതേ വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. കർണാടക സ്വദേശിയുടെ മൃതദേഹം മറ്റൊരു വിമാനത്തിൽ സ്വദേശത്തേക്ക്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആംബുലൻസുകൾക്ക് സംസ്ഥാന അതിർത്തി വരെ പോലീസ് അകമ്പടി. ബീഹാർ സ്വദേശി കലൂഗ ഇസ്ലാമിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വൈകും. പൊള്ളലേറ്റ മുഖം തിരിച്ചറിയാനാകാത്ത നിലയിലായതിനാൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ മൃതദേഹം വിട്ടുനൽകൂ. ആദരാഞ്ജലി അർപ്പിക്കാൻ കാർഗോ ടെർമിനലിന് മുന്നിൽ പ്രത്യേക വേദിയൊരുക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ്, സുരേഷ് ഗോപി, തമിഴ്നാട് മന്ത്രി KS മസ്താൻ, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ. പിന്നാലെ മൃതദേഹം വഹിച്ച ആംബുലൻസുകൾ പോലീസ് അകമ്പടിയോടെ വീടുകളിലേക്ക്. കുവൈറ്റിലെ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് 14 മലയാളികൾ ഉൾപ്പെടെ 31 പേർ. എല്ലാവരും അപകടനില തരണം ചെയ്തതായി കമ്പനി അധികൃതർ. അപകട കാരണം സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. അറഫ സംഗമം ഇന്ന്. പ്രാർത്ഥന നിർഭരമായ മനസ്സുമായി ലോകമെമ്പാടും നിന്നുള്ള ലക്ഷക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് അറഫയിൽ സംഗമിക്കും. തീർത്ഥാടനത്തിൻ്റെ 2ാം ദിവസമായ ഇന്നാണ് ഹജ്ജിൻ്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. ഇന്നലെ മിനായിൽ തങ്ങിയ തീർത്ഥാടകർ ഇന്ന് നമിറ പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം കാരുണ്യത്തിൻ്റെ മലയെന്നറിയപ്പെടുന്ന ജുബലൂർ റഹ്മയിൽ പ്രാർത്ഥനകളിൽ മുഴുകും. തുടർന്ന് അറഫയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ മുസ്തലിഫയിലേക്ക് നീങ്ങും. നാളെ പുലർച്ചെയോടെ മിനായിലേക്ക് തിരിക്കും. മിനായിൽ സാത്താൻ്റെ പ്രതീകമായ ജംറത്തുൽ അഖബയിൽ കല്ലേറുകർമ്മം നിർവഹിക്കും. ഗാസ പട്ടിണി മരണത്തിൻ്റെ വക്കിൽ 8000 കുഞ്ഞുങ്ങൾ. 5 വയസ്സിൽ താഴെയുള്ള 8000 കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം ജീവന് വേണ്ടി പൊരുതുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തി. പട്ടിണി മൂലം ഇതുവരെ 27 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായി. സഹായ ഏജൻസികൾ എത്തിക്കുന്ന റൊട്ടിയെ മാത്രം ആശ്രയിക്കുന്ന പലസ്തീൻ ജനത പട്ടിണി മരണത്തിൻ്റെ വക്കിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വൻ വിലക്കയറ്റം ദുരിതമിരട്ടിയാക്കി. 1 കിലോ സവോളയ്ക്ക് 5000 രൂപ വരെയാണ് വില. പട്ടിണിയുമായി പൊരുതി തളർന്നതോടെ വീടുകളിൽ പിടിച്ചു നിന്നവരും UN ക്യാമ്പുകളെ ആശ്രയിച്ചു തുടങ്ങി. ഞങ്ങൾക്കടുത്ത പട്ടിണിയിലാണ്, വല്ലപ്പോഴും കിട്ടുന്ന റൊട്ടി മാത്രമാണ് ആഹാരം. ലോകം ഞങ്ങളെ മറന്നിരിക്കുന്നു. 5 കുഞ്ഞുങ്ങളുടെ അമ്മയായ മുഹമ്മദ് വീടുപേക്ഷിച്ച് UN ക്യാമ്പിൽ അഭയം തേടുന്നതിനിടെ വാർത്താ ഏജൻസികളോട് പറഞ്ഞു. ഗാസയിലെ പട്ടിണിയുടെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധമുയരുന്നുണ്ട്. എന്നാൽ സഹായം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും UN ഏജൻസികളുടെ പ്രവർത്തനം ഫലപ്രദമാകാത്തതാണ് കാരണമെന്നുമാണ് ഇസ്രായേലിൻ്റെ വാദം. ഗാസ മുനമ്പിലെ അൽ കരാരയിലും ഖാൻ യൂനിസിലും വിമാനത്തിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തിരുന്നു. യുദ്ധത്തിൽ ഇതുവരെ 37,266 പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ സൈന്യം നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നും ഹമാസിലെ 3 പേരെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചു. ആധാർ പുതുക്കൽ സെപ്റ്റംബർ 14 വരെ സൗജന്യം. ആധാർ അനുബന്ധ രേഖകൾ UID AI പോർട്ടൽ വഴി സൗജന്യമായി പുതുക്കാനുള്ള സമയം 3 മാസം കൂടി നീട്ടി. ഇന്നലെ അവസാനിക്കേണ്ടിയിരുന്ന കാലാവധിയാണ് സെപ്റ്റംബർ 14 വരെ നീട്ടിയത്. ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാനുള്ള 25 രൂപ എന്ന നിരക്കാണ് ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ അക്ഷയ സെൻറ്ററുകൾ അടക്കമുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോയി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ചാർജ് 50 രൂപയായി തുടരും. 10 വർഷത്തിലൊരിക്കൽ ആധാറിൻ്റെ അനുബന്ധ തിരിച്ചറിയൽ രേഖകൾ പുതുക്കുന്നത് നിർബന്ധമല്ലെങ്കിലും രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ UID AI ഉപയോക്താക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട്.
ആധാർ വിവരശേഖരത്തിൻ്റെ കൃത്യത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. അരുന്ധതി റോയിക്കെതിരെ UAPA ചുമത്താൻ അനുമതി. നടപടി 2010 ഡൽഹിയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ. വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയ് ഉൾപ്പെടെ 4 പേർക്കെതിരെ 2010 രജിസ്റ്റർ ചെയ്ത കേസിൽ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിലെ വകുപ്പുകളും ചുമത്താൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അനുമതി നൽകി. അരുന്ധതി റോയ്, കാശ്മീർ കേന്ദ്ര സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈൻ എന്നിവർക്കെതിരെയാണ് നീക്കം. കേസിൽ ഇരുവർക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തി തുടർ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരുന്നു. കേസിലെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. അരുന്ധതി, ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈൻ എന്നിവർക്ക് പുറമെ കാശ്മീരിലെ വിഘടനവാദി നേതാവ് സയ്യദ് അലി ഷാ ഗീലാനി, ഡൽഹി സർവകലാശാല മുൻ അധ്യാപകൻ സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഗീലാനി എന്നിവർക്കെതിരെയാണ് കേസ്. ഉന്നത വിദ്യാഭ്യാസ പ്രവേശനം മാനദണ്ഡം പുതുക്കി UGC. അഡ്മിഷൻ റദ്ദാക്കിയാൽ മുഴുവൻ ഫീസും തിരികെ. സെപ്റ്റംബർ 30-നുള്ളിൽ പ്രവേശനം റദ്ദാക്കുകയോ സ്ഥാപനം മാറുകയോ ചെയ്താൽ ഫീസ് മുഴുവൻ തിരിച്ചു കിട്ടും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ റദ്ദാക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ അടച്ച ഫീസ് തിരികെ നൽകണമെന്ന് UGC നിർദ്ദേശിച്ചു. നിശ്ചിത കാലയളവിനുള്ളിലാണ് അഡ്മിഷൻ റദ്ദാക്കുന്നതെങ്കിൽ മുഴുവൻ ഫീസും തിരികെ നൽകണം. കഴിഞ്ഞ വർഷങ്ങളിലും UGC സമാന നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡം UGC പുതുക്കി പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ 30-നുള്ളിലാണ് പ്രവേശനം റദ്ദാക്കുകയോ സ്ഥാപനം മാറുകയോ ചെയ്യുന്നതെങ്കിൽ ഫീസ് മുഴുവൻ തിരികെ നൽകണം. ഒക്ടോബർ 31-നുള്ളിലാണെങ്കിൽ പ്രോസസ്സിംഗ് ഫീസായി 1000 രൂപയിൽ താഴെ മാത്രം ഈടാക്കാം. ആവശ്യങ്ങളുയർത്തി ലോക കേരള സഭ. NRI MLA വേണമെന്നത് മുതൽ പ്രവാസികളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് വയോജന കേന്ദ്രം വേണമെന്നതുവരെ ആവശ്യങ്ങളുയർത്തി 4ാം ലോക കേരള സഭ. ഫക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു ശ്രീഫനാണ് പ്രവാസികൾക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചത്. നാട്ടിൽ ആശ്രയമില്ലാതെ കഴിയുന്ന പ്രായമായ മാതാപിതാക്കൾ പ്രവാസികളുടെ വിഷമമാണെന്നും അവരെ മാന്യമായും സൗകര്യപ്രദമായും പാർപ്പിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ പ്രവാസികളുടെ സഹകരണത്തോടെ ഉണ്ടാകണമെന്നും ഗോകുലം ഗോപാലൻ നിർദ്ദേശിച്ചു. കേരളീയ സമൂഹത്തിലേക്ക് എങ്ങനെ വീണ്ടും സ്വീകരിക്കപ്പെടുമെന്ന സംശയം നിലനിൽക്കുന്നതിനാൽ പല പ്രവാസികളും വിദേശത്ത് തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശത്ത് അധ്യാപകനായ ദീപക് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വിദേശത്ത് വീട്ടുജോലി ചെയ്യുന്നവരുടെ പ്രതിനിധിയായാണ് കുവൈത്തിൽ നിന്ന് അനീസ ബീവി എത്തിയത്. സംസ്ഥാന സർക്കാർ പ്രവാസികൾക്കായി വാഗ്ദാനം ചെയ്ത എയർ കേരള എയർലൈൻ എത്രയും വേഗം തുടങ്ങണമെന്ന് KP മുഹമ്മദ് കുട്ടിയും ഗൾഫ് കേരളം യാത്രാ കപ്പൽ സർവീസ് വൈകാതെ ആരംഭിക്കണമെന്ന് AV അനൂപും ആവശ്യപ്പെട്ടു. കേരളത്തിന് പുറത്തുള്ള മലയാളി വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ കലോത്സവം നടക്കുന്നത് പരിഗണിക്കണമെന്നും അനൂപ് പറഞ്ഞു. കാട്ടാന ശല്യം പരീക്ഷണത്തിന് വയനാട്ടിൽ തുടക്കം. തടയാൻ ഇനി AI വേലി. വേലിയുടെ 150 മീറ്റർ അകലെ ആനയെത്തിയാൽ സൈറൻ മുഴങ്ങും. നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി വേലി കെട്ടി കാട്ടാനകളെ തടയാൻ സംസ്ഥാനത്തെ ആദ്യ AI സ്മാർട്ട് ഫെൻസിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ വയനാട്ടിൽ ആരംഭിച്ചു. ചിതലയം റേഞ്ചിൽ ഇരുളം ഫോറസ്റ്റ് സെക്ഷനിലെ പാമ്പ്ര ചേലക്കൊല്ലിയിലാണ് AI ഫെൻസിംഗ് ഒരുങ്ങുന്നത്. വൈറ്റ് എലഫന്റ് ടെക്നോളജീസ് കമ്പനി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മാണം. സർക്കാർ അനുമതിയോടെ കമ്പനി സ്വന്തം നിലയിൽ 70 മീറ്ററിലാണ് പ്രവൃത്തി നടത്തുന്നത്. റെയിൽ ഗാർഡുകൾ സ്ഥാപിച്ച് അതിൽ ഇലാസ്തികതയുള്ള ബെൽറ്റ് മെടഞ്ഞാണ് പ്രതിരോധ വേലി ഒരുക്കുക. ബെൽറ്റിൽ സോളാർ വൈദ്യുതിയും AI സംവിധാനങ്ങളും ഉണ്ടാകും. കാട്ടാനകൾ പ്രതിരോധ വേലിക്ക് സമീപമെത്തിയാൽ സൈറൻ മുഴങ്ങി നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകും. അതോടൊപ്പം പ്രദേശത്തെയും തിരുവനന്തപുരത്തെയും കൺട്രോൾ റൂമുകളിലേക്കും കാട്ടാനകളുടെ തത്സമയ ദൃശ്യങ്ങളെത്തും. ആനകൾ എത്ര ശക്തി ഉപയോഗിച്ചാലും വേലി മറികടന്നു പോകാനാകില്ല. 60 ടൺ ഭാരം വരെ പ്രതിരോധിക്കാൻ ഈ വേലികൾക്ക് ശേഷിയുണ്ട്. പ്രതിരോധ വേലിയുടെ 150 മീറ്റർ അകലെ വേലിയുടെ പ്രതീതിയുണ്ടാക്കുന്ന ചിത്രം AIയിലൂടെ ഒരുക്കാനും കഴിയും. ഈ ചിത്രത്തിൻ്റെ പരിധിയിലേക്ക് കാട്ടാനകൾ എത്തിയാലും സൈറൻ മുഴങ്ങും. ദൃശ്യങ്ങളും ലഭിക്കും. ഫെൻസിങ്ങിന് 9 അടി ഉയരമുണ്ടാകും. കാട്ടാനകളുടെ സ്വഭാവ സവിശേഷതകൾ പഠിച്ചാണ് സ്മാർട്ട് ഫെൻസിംഗ് വികസിപ്പിച്ചത്. നിർമ്മാണത്തിന് കിലോമീറ്ററിന് 75 ലക്ഷം രൂപ വരെ ചെലവ് വരും. ശുഭദിനം. നന്ദി.